ഹായ് ഗായ്സ്, എൻ്റെ പേര് ക്രിഷ് എന്നാണ്. കൃഷ്ണ വി എസ് ഫുൾ നെയിം ആണെങ്കിലും എനിക്ക് ഇഷ്ടം എന്നെ ഇഷ്ടപ്പെടുന്നവരും വിളിക്കുന്നത് ക്രിഷ് എന്നാണ്. അതുകൊണ്ടാണ് ഐ എം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് ആസ് ക്രിഷ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ആണ്. ഓക്കെ, ഓൾറെഡി മാസ്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഇപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. Come on. Hi guys, എൻ്റെ ഹെയർ ദിസ് ഈസ് മൈ ഒറിജിനൽ ഹെയർ. സോ ഫസ്റ്റ് നമ്മൾ ടച്ച് വെച്ചാൽ യൂസ് ചെയ്ത് ഞാനിങ്ങനെ മറ്റ് ഹെയർ ഓയിൽസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഐ ഷോ യു ഹൗ ടു യൂസ്. ഐ നോ നിങ്ങൾക്കതൊക്കെ ചെയ്യാനറിയാമെന്നല്ല. ആദ്യം ഞാൻ എൻ്റെ ഹെയർ ഓൾറെഡി ഷാമ്പൂടാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അത്ര ഒന്നുമില്ല. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് കുറച്ച് ഓയിൽ എടുത്ത് സ്കാൽപ്പിലൊന്നും ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിൽ ഒരു കോട്ട് ഞാൻ കൊടുക്കും, കാരണം അതിൻ്റെ മുടി കുറച്ച് ഫ്രിസി ആയിട്ട് പിടിക്കുകയാണ്, ഡ്രൈ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഹെയർ കെയർ ആണ്. സോ ഇതെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. ഓക്കെ, നന്നായി നമ്മൾ ചെയ്യാം. നന്നായിട്ട് ഓയിലിങ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഓയിലിങ് നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോമ്പിങ് ആണ്. ഓക്കെ, നമ്മുടെ ജടയെല്ലാം എടുത്ത് കളയാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പിങ് ആണ്. ഓക്കെ, കോമ്പ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഈ സ്പീസ്ഡ് ആയിട്ടുള്ള കോമ്പ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാകുമ്പോൾ നമ്മുടെ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടും. ബ്ലഡിൻ്റെ സർക്കുലേഷൻ ആയിക്കോട്ടെ, നല്ലൊരു മെസ്സേജ് ആയിരിക്കും. മറ്റേ ചെറുതാകുമ്പോൾ നമുക്ക് ജടയൊക്കെ വരുമ്പോൾ പൊട്ടാനും ഒക്കെ സാധിക്കും. അതാകുമ്പോൾ അത്രയ്ക്ക് കുഴപ്പം കാണത്തില്ല. ലൈക്ക് കുറച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ഡീറ്റെയിലായിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുടി പിടിച്ചിട്ട് താഴേന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫ്രണ്ടിൽ നമ്മൾ ആദ്യമേ അങ്ങ് ബാക്കിൽ നിന്ന് മണ്ടയ്ക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ് പൊട്ടി പോകും മുടി. സോ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെയർ ടിപ്പാണ് നമ്മൾ താഴേന്ന് മുടി ഇങ്ങനെ ചെയ്ത് വരാം. അത് ഷോ യു ഹൗ ടെസ്റ്റ്. ഉള്ള മുടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ നമ്മുടെ ഏറ്റവും തുമ്പത്ത് പിടിച്ചാൽ എൻ്റെ തുമ്പ എണ്ണ വെച്ചോണ്ടാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നല്ല ചീച്ചി കൊടുക്കാം. പിന്നെ ഇവിടെ മുമ്പ് നമ്മൾ ഇവിടെയും പിടിക്കുക. നമ്മൾ എപ്പോഴാണോ എത്രത്തോളം നമ്മൾ ചെയ്യാനായിരിക്കും അതിൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് പിടിച്ച് കൊടുക്കാം. അത്രയ്ക്ക് അങ്ങോട്ട് മുടി 15 മുടി ഹെയർ ഫോൾ ഇല്ലെന്നല്ല, അതുണ്ട്, എന്തോ വരുന്നില്ല. ആ വരും, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും വരും. എന്നിട്ട് നമ്മൾ ഇല്ല ഇവിടെ നിന്ന് കോമ്പ് ചെയ്ത് വരും. അതായത് കൊണ്ട് ഷാമ്പൂഡ് ഹെയർ ആണെന്നാണ് ഇത്. ഫസ്റ്റ് ഞാൻ ചെയ്യാനത് ഷാമ്പൂഡ് ഹെയർ ആകുമ്പോൾ കുറച്ചുകൂടി പൊട്ടും, ഓയിലിംഗ് ആകുമ്പോൾ കുറച്ച് സ്മൂത്ത് ആകും. അതുകൊണ്ടാണ് എൻ്റെ ഹെയർ തന്നെയാണ്. എനിക്ക് ഓയിലിംഗ് ചെയ്താൽ എൻ്റെ ഹെയറിന് ഇപ്പോൾ നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചായിട്ടില്ലെന്ന് അറിയില്ല. അത്രയ്ക്കുള്ളതെന്നല്ല, ബട്ട് മുടി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്യൂസാണ്. സോ ഞാൻ ഇതൊന്ന് കോമ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ചെടിയെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വോളിയം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെയും കുറേ ടിപ്സ് ചെയ്യാം, ലൈക്ക് വോളിയം കൂട്ടുന്നതിനുള്ള. അവിടെ ഇപ്പോൾ ലെങ്ത് ഉണ്ട്, ലെങ്ത് വെക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ. സോ ഇപ്പോൾ കണ്ടില്ല ഒരു ഹെയർ വോളിയം ലൈക്ക് പറന്ന് കിടന്നതിനെക്കാട്ട് ശ്രദ്ധിക്കുന്നത്, അതിന് ഉദ്ദേശിച്ചത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക മെയിൻ സ്റ്റെപ്പായിട്ടുള്ള ഹെയർ മാസ്കിലോട്ട് പോകാം. ഓക്കെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ ഞാൻ മൈലാഞ്ചി ഇല്ല, ബീട്രൂട്ട് ഉണ്ട്, ദെൻ തുളസി, ദെൻ വാട്ടേഴ്സ്, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം, ബിക്കോസ് ഇത് എൻ്റെ അമ്മ ചെയ്ത് തന്നെയാണ് എനിക്ക് ഈ ഒരു ഹെയർ മാസ്ക്. സോ ഐ ഡോണ്ട് നോ അബൌട്ട് വാട്ട് ആർ ദി ഇൻഗ്രീഡിയൻസ് ഇൻ ഇറ്റ്. സോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് സെയിം ഹെയർ മാസ്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ ചെയ്യുന്നതിൽ കഴിക്കുന്ന ഒരു ഇത്. ഇപ്പോൾ നമ്മുടെ ഹെയർ മാസ്കിന് കാണാം. നമ്മുടെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, മൈലാഞ്ചി അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ കാരണം ഈ ഒരു റെഡിഷ് അപ്പിയറൻസ് ഉള്ളത്. അത് അലോവേരയൊക്കെ ഉണ്ടെന്ന് ആണ് പറഞ്ഞത്, ചെമ്പരത്തി, ഹിബിക്കസ് എല്ലാം നമ്മുടെ ഹെയറിന് നല്ലൊരു ഇതാണ്. സോ ഞാൻ യൂസ് ചെയ്തിട്ട് ഷാമ്പൂ ചെയ്ത് ഇതാണ്. ഇപ്പം ഞാൻ ഇതിങ്ങനെ തേക്കുന്ന അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്, കരുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമേ സ്കാൽപ്പിലോട്ടാണ് സെക്ഷനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സൈഡാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ കുറേ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായതാണ് എനിക്കിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്ഷനായി ഡിവൈഡ് ചെയ്ത് ബാവുന്ന് അങ്ങനെ ചെയ്യും. ഞാൻ ആദ്യം കണ്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓയിലിംഗ് ചെയ്യുന്ന പോലെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നല്ല ഇതുപോലെ ഇങ്ങനെ ബാവുന്ന് ആ പത്ത് സ്ഥലത്ത് ഞാൻ മുടി മാറ്റി കൊടുത്ത് ഒക്കെ ചെയ്യാം. I don't know you guys can see it or not. See ഒരു മൈലാഞ്ചി ഇവിടെ ഒരു കറക്റ്റ് നമ്മുടെ സാധാ മൈലാഞ്ചി നമ്മൾ വാങ്ങത്തില്ല, മൈലാഞ്ചി ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ മൊത്തം ചെയ്യുന്നില്ല, ബാക്കിൽ കണ്ടിന്യൂ ചെയ്യാം. ബാക്കിൽ ഇതുപോലെ നമ്മൾ മുടി മാറ്റി ചെയ്ത് കൊടുക്കാം. ഒരു മൈലാഞ്ചിയുടെ ഇലയുടെയൊക്കെ മണമാണ്. ഓക്കെ, മൈലാഞ്ചിയുടെ കിട്ടാത്തതാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെന്ന പൗഡർ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ആ ഡ്രൈ ലീവ്സിൻ്റെ അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേതെങ്കിലും പ്രൊഡക്ട്സ് അലർജിക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിഞ്ഞ പകരം റീപ്ലേസ് ചെയ്യാം.
നമ്മൾ സ്കാൽപ്പിൽ ഓൾറെഡി കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹെയർ അപ്ലൈ കൊടുക്കുമ്പോൾ നല്ലതായിട്ട് സെക്ഷൻ തിരിക്കുക. എല്ലായിടത്തും ആയി നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഞാൻ വീണ്ടും കുറച്ചെടുത്തു. ആക്ച്വലി സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യം കിട്ടാം. നമ്മുടെ ഹെയർ ഫ്രിസി ആണെങ്കിൽ ഈ ഹെയറിൻ്റെ ഫ്രിസിനെസ് ഒക്കെ മാറ്റാനും സ്മൂത്തായി സെറ്റ് ആവാനൊക്കെയാണ് ഈ ഒരു യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു, ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്കിലാണ്, അത് വെച്ച് എന്ത് ചെയ്യാവുന്ന കഴുകി കൊടുക്കുക. പിന്നെ ഒരു ഹെയർ കെയർ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂസ് പക്ഷേ കെമിക്കൽസ് ഒക്കെ കാണുമല്ലോ. നമ്മൾ ഞാൻ കംപ്ലീറ്റ്ലി ഒന്നും യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂസ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഗ് വാട്ടർ ഞാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഷാമ്പൂ ഡ്രോപ്സ് ഇടും. എത്രത്തോളം വേണ്ട അല്ലെങ്കിൽ എങ്ങനെ വേണ്ടത്. ഫോർ എക്സാമ്പിൾ സപ്പോസ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ അതുപോലെ കുറച്ച് നന്നായിട്ട് ഷാമ്പൂ ചെയ്യും. അതെല്ലാം പറക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവിങ് ചെയ്തൊരു ഷാമ്പൂ ചെയ്യും, അത്രയും പറക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ മൈലാഞ്ചി ബീറ്റൊക്കെ കളർ കയ്യിലാവും. ഫോർ എക്സാമ്പിൾ അതെ ഇതുപോലെ ആകും. സോ അങ്ങനെ ആവണ്ടെന്നുള്ളൊരു ഓക്കെ. ഞാൻ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ വെക്കേഷൻ ആയാലും സോ നമ്മുടെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യാം. ഓക്കെ പിന്നെ സെക്ഷനായിട്ട് കൊടുത്ത് ചെയ്യാം. പിന്നെ മൊത്തം പരട്ടിയിട്ട് വരാൻ പാടി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ മൈലാഞ്ചി ബീറ്റൊക്കെ കളർ കയ്യിലാവും. ഫോർ എക്സാമ്പിൾ അതെ ഇതുപോലെ ആകും. സോ അങ്ങനെ ആവണ്ടെന്നുള്ളൊരു ഓക്കെ. ഞാൻ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ വെക്കേഷൻ ആയാലും സോ നമ്മുടെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യാം. ഓക്കെ പിന്നെ സെക്ഷനായിട്ട് കൊടുത്ത് ചെയ്യാം. പിന്നെ മൊത്തം പരട്ടിയിട്ട് വരാൻ പാടി. പിന്നെ ഞാൻ ഓൾറെഡി ഹെയർ ഫുൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തേച്ചിട്ട്. വോയിസ് ഞാൻ പറയുമ്പോൾ മേ ബി അമ്പലത്തിൻ്റെ റെക്കോർഡിങ് കാണും. ഓക്കെ പിന്നെ എൻ്റെ ഫേസിൽ നിങ്ങൾ ഒഴിച്ച കാരണം നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. ലൈക്ക് അതൊരു ഹോളിഡേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ. പിന്നെ ഇടുമ്പോൾ ഒരു പഴയ ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. വൈറ്റ് ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റെയിൻ ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഴയ ഡ്രസ്സ് ഇട്ടത്. ഓക്കെ അതൊന്നും ഹെയർ കെയർ വരുന്നില്ല. ആക്ച്വലി ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വീട്ടിൽ വഴക്കേക്കല്ലോ എന്ത് അത്. സോ അതൊക്കെ നോക്കാം. ഇനി ഒരു ജസ്റ്റ് ഒരു 15 മിനിറ്റ്സോ 30 മിനിറ്റ്സോ അപ്പോൾ നിങ്ങൾക്ക് നീരായിട്ട് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത്രയും വരെ അത് വെച്ചേക്കാം ഈ ഹെയർ മാസ്ക്. ഓക്കെ ഞാനൊരു ജസ്റ്റ് 15 മിനിറ്റ്സ് ബിക്കോസ് ഇപ്പോൾ സന്ധ്യയായി എനിക്ക് നീരിറങ്ങും. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇതൊന്ന് വാഷ് ചെയ്യാം. ഓക്കെ നമുക്കപ്പോൾ കാണാം. ബൈ. നമുക്ക് ഹെയർ വാഷ് ചെയ്യുന്നത് കണ്ടല്ലോ. ഓക്കെ ഇങ്ങനെയാണ്. സോ അത് ഷോ യു ഹൗ ഐ യൂസ് ടു ഡു ഇറ്റ്. ഓക്കെ ഞാൻ ഇപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ഡ്രൈ ആ ഒരു പോകാൻ വേണ്ടിയാണ് ഞാൻ ഷാമ്പൂ യൂസ് ചെയ്യുന്നത്. അതെനിക്ക് താഴെ യൂസ് ചെയ്യാം ചെയ്യുന്നത്. ലൈക്ക് വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്കെ അതാണ് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ റെഗുലർ യൂസ് ചെയ്യുന്ന രീതിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിങ്ങനെ ഞാൻ ഷാമ്പൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു മഗ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതോട്ട് ഞാൻ കുറച്ച് ഡ്രോപ്സ് രീതി ഓക്കെ ഞാൻ ഒഴിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് കലക്കി വെക്കാം. ഓക്കെ സോ ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീകിയൊക്കൊന്നുമില്ല, കാരണം നനഞ്ഞ മുടിയാണ് ചെയ്യാൻ പാടില്ല വെച്ചാൽ. സോ ഇത് ഞാൻ ഉണങ്ങി നല്ല സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു. ഓക്കെ സോ ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഹെയർ മാസ്കിൻ്റെ ഒരു റിവ്യൂ ആണ്. ഓക്കെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രോത്ത് ആണല്ലോ അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 1 ഡേ വെച്ച് നമുക്ക് ഗ്രോത്ത് മനസ്സിലാവില്ല. നമ്മുടെ ഇനി ഫർദർ ചാലഞ്ചസ് വരും ഹെയർ കെയറിൻ്റെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ച് ഗ്രോത്ത് ഒക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ ഹെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല, എനിക്ക് കുറച്ച് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നി. ഓക്കെ ആ ഡ്രൈനെസ്സും ട്രിക്നെസ്സും മാറിയിട്ടുണ്ട്. പിന്നെ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഓയിലിംഗ് തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാമ്പൂ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര പറന്നൊന്നും കിടക്കില്ല. അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടാ നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട് ഹെയർ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഹെർബലായിട്ട് എന്തെങ്കിലും അലർജീസ് ഉള്ളവരാണെങ്കിൽ ലൈക്ക് ചില എന്താ പറയുക ഹെർബ്സ് കാണുമല്ലോ നിങ്ങൾക്ക് അലർജി ആയിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ആ ഹെയർ മാസ്കിൻ്റെ. പിന്നെന്താ നിങ്ങൾക്കിപ്പം സപ്പോസ് എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഇപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ ഇനി ഇഷ്ടപ്പെട്ട അല്ലേ. സോ നിങ്ങൾ ചെയ്ത് നോക്കാം. 1 ടൈം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ സക്സസ് ആവുകയാണെങ്കിൽ അത് ഒരു once in a month ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും. ദെൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ എൻ്റെ ഹെയർ എന്നുള്ളത്. ഓക്കെ ഇങ്ങനെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ നല്ലൊരു ബൗൺസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു സാധാ ഹെയറിനെ കാട്ടി കുറച്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഉള്ള വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ്. ബൈ.